Welcome to beach. Welcome to beach alada. Welcome to day 2 in Udupi. Hello. Hello. Where you are going? Beach. Beach? You're going for the beach holiday? Yeah. Yeah? About. About to go? Yeah. Papa, Mama. Say hi. Previously നമ്മൾ ഇങ്ങനെ പോകാറുണ്ടായിരുന്നു അല്ലേ? പക്ഷെ അത് ദൈവിക്കില്ല. ഒരു അഡീഷൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലേ? Hi. Hi. Welcome to Beach. Welcome to beach alada. Welcome to day 2 in Udupi. Beach. Where we are going? Beach. Beach. We are going to നമ്മള് ഇതിപ്പം day 2 ആണ്. ഇന്ന് ബീച്ച് ആണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഞങ്ങള് പെട്ടിയും പാട്ടും ഒക്കെ എടുത്തിട്ടുണ്ട് ഇന്നലത്തെ പോലെ തന്നെ. ബീച്ചില് മറ്റേ എന്നതാണ് ദൈവിക്കിന്റെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. മറ്റേ ബീച്ചിൽ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി അതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് മർവന്തേ ബീച്ച് അല്ലെ ദേവിചേട്ടാ? ഈ ബീച്ചിന്റെ പ്രത്യേകത ദേവിചേട്ടൻ പറഞ്ഞത് ഇതിന്റെ ഒരു സൈഡില് ബീച്ചും മറ്റേ സൈഡില് റിവറുമാണ്. അങ്ങനെ എന്തൊരു സ്പെഷ്യാലിറ്റിയാണ്. എന്തായാലും പോയി നോക്കാം. ഇഫ് എനിത്തിങ് ഇൻട്രസ്റ്റിംഗ് ഫണ്ണി എനിത്തിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ I'll show you all. I'll show you all. പറഞ്ഞേടാ I'll show you all. Why you are carrying this one? This cooling glass? And they got a beach. You want to wear it in beach? Okay. You'll give to Mama? No? You won't give? Then you'll give me the hat, right? No, you won't give me anything. Then say tata. Tata. See you. See you. See you at the beach. Say see you at the beach. ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള റയർ ആയിട്ടുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മേ ബി നിങ്ങൾക്ക് കുറച്ചുകൂടി ജനറൽ നോളജ് കൊണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും. പക്ഷെങ്കിൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മണിപ്പാൽ ഹോസ്പിറ്റൽ, മണിപ്പാൽ ബാക്കി ഇതൊക്കെ ഉണ്ടാവുമല്ലോ ഹോസ്പിറ്റൽ, അതുമായിട്ട് ബന്ധപ്പെട്ട കോളേജ് പരിപാടികളൊക്കെ. അപ്പൊ എന്റെ വിചാരം മണിപ്പാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിടക്കുന്നത് മണിപ്പൂർ എവിടെയോ ആണ്. പക്ഷെ എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ മണിപ്പാൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കിത് അറിയാമായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് എനിക്കറിയത്തില്ലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതുപോലെ അറിയുന്നത് ഈ മണിപ്പാൽ ഹോസ്പിറ്റൽ, കോളേജ് ഇതൊക്കെ കിടക്കുന്നത് ഈ മണിപ്പാൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ സ്ഥലം കർണാടക ഉടുപ്പിയിലുള്ളതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഈ ഒരു പെർട്ടിക്കുലർ പ്ലേസിന്റെ പേരാണ് മണിപ്പാൽ എന്ന് പറഞ്ഞത്. അപ്പം ഇവര് ഇതിനെ പറയുന്നത് കസ്തൂർബ മെഡിക്കൽ കോളേജ് എന്നാണ് ഇവര് പറയുന്നത്. അപ്പൊ ഇത് മണിപ്പാൽ എന്നൊരു സ്ഥലത്തുള്ളതുകൊണ്ടായിരിക്കും മേ ബി നമ്മൾ കേരളത്തിനെ മണിപ്പാൽ ഹോസ്പിറ്റൽ, മണിപ്പാൽ കോളേജ് അങ്ങനെ പറയുന്നത്. പക്ഷേ ഇതൊരു സ്ഥലത്തിന്റെ പേരാണ് മണിപ്പാൽ എന്നുള്ളത്. അതെ, എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഒരു വളരെ റെയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ല, കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടും കേട്ടു പിന്നെയല്ലേ വായിക്കുന്നതിനേക്കാളും കിട്ടുന്നത്. ഞാൻ പറയത് ഞാൻ അങ്ങനെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നതെന്ന്. You have arrived at your destination. അവന് കളിക്കാനുള്ള സാധനം കൊണ്ടാണ് അവൻ പോകുന്നത്. ഇൻഡിപെൻഡന്റ് ആണ്. അപ്പം ഇതാണ് മർവന്തേ ബീച്ച്. ഈ ബീച്ച് നിവേദിത ഫ്ലൈറ്റിലൊക്കെ പോരുന്ന സമയത്ത് അവളിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്, ഇതിങ്ങനെ നമുക്ക് ആകാശത്തൊന്ന് കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു കുറച്ച് പോർഷൻസ് ഇങ്ങനെ ഈ കല്ലും കൊണ്ടുള്ളത് ഇങ്ങനെ പുറത്തേക്ക് കെട്ടി ഉണ്ടാക്കിയിട്ടില്ലേ, അപ്പം മേളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. അങ്ങനെ അവൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൾ ഇത് ആദ്യമായിട്ടാണ് അവൾ കാണുന്നത്. പക്ഷെ അവള് പ്ലെയിനിൽ നിന്ന് കാണാൻ ഭയങ്കര ഭംഗിയാണ്. അങ്ങനെയാണ് ഈ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്താന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തത്. നിങ്ങൾ കണ്ടില്ലായിരുന്നു, ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ ഇരിക്കാന്ന്. അപ്പൊ ഇതുപോലെയുള്ള പാറക്കല്ലിക്കൂടെ ചവിട്ടി വേണം നമ്മൾ എത്താൻ വേണ്ടിയിട്ട്. ഇവിടെ ഞാൻ ഇങ്ങനത്തെ കൂടെ ബീച്ചിലൊന്നും പോയിട്ടില്ല. ഈ ഒരു ടൈപ്പിൽ ഇങ്ങനെ പാറക്കല്ലിക്കൂടെ ചവിട്ടി ഇതിന്റെ അടിച്ചു വരെ എത്തുന്നത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസിങ്. അത് ഫ്രണ്ട്സിന്റെ കൂടെ ഉടുപ്പിയിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഉടുപ്പി വന്ന് കാണുമെന്ന് പോലും ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല. അതൊന്നും എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന സ്ഥലം പോലും അല്ലായിരുന്നു.
Oh, you find the gold? It's chappal. Oh. Few moments later. You like this place? Yes. Why you like this place? When I saw from first time In the flight. from up to down, then I like I haven't But seen this like is that your beach. but this is your first time. Here. Yes, this is my first time. This beach, Madhuvante beach. Yeah. And once you remember Madhuvante beach after 5 years about your first visit, remember this also. Yes. Let's take a selfie with Madhuvante beach. Yeah. Okay. ഞാനൊരു 5 മിനിറ്റ് എടുത്ത് നല്ലോണം വീരവാദം പറഞ്ഞായിരുന്നു. ഇപ്പോഴും മനസ്സിലായത് ക്യാമറ ഓൺ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ബൈ ബൈ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ സീ മീറ്റ് ചെയ്യുന്നത്. മേ ബി ലാസ്റ്റ് ടൈം. ഞാൻ ഇനി ഇങ്ങോട്ട് വരത്തില്ലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എനിവേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ സീഷൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ പറഞ്ഞാൽ മറ്റേ എന്തായിരുന്നു ഷോളിൻ്റെ അറ്റത്ത് കെട്ടി അങ്ങനെയല്ല. ഞാൻ ഒരു ചെറിയ ഡിസ്പോസിബിൾ ഗ്ലാസിൻ്റെ അകത്താണ് കളക്ട് ചെയ്തേക്കുന്നത്. അല്ല കുറേ മെമ്മറീസ് ഈ ഒരു സീയുടെ എന്നെ പോലത്തെ ഇങ്ങനത്തെ കൂട്ട് വട്ടം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മേ ബി ഉണ്ടാവത്തില്ലായിരിക്കും. എൻ്റെ 75 സബ്സ്ക്രൈബേഴ്സിൽ ആർക്കും ഈ വട്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കത്തില്ല. എനിവേ ബൈ ബൈ. ബൈ ബൈ. We can't see that one in UK. അതിവിടെ ദേവിച്ചേട്ടൻ്റെ ഒക്കെ വീടിൻ്റെ അടുത്ത് കട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു ചേട്ടൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ വന്നതല്ലേ എന്നാൽ പിന്നെ അതോടെ കണ്ടിട്ട് പോകാം അങ്ങനെ രീതിയിൽ അങ്ങനെ നമ്മൾ കയറിയതാണ് ഈ ഹാങ്ങിങ് ബ്രിഡ്ജിൽ. ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഇളക്കമൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ നടന്നിങ്ങനെ പോന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ചെറിയൊരു കുലുക്കം ഫീൽ ചെയ്യുന്നില്ലേ. ചെറുതായിട്ടൊരു ഷേക്കിംഗ് ഉണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റിയല്ല. ഞാൻ നടന്ന് ഇത്രയും ദൂരം ആയി. ഈ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയതിന് ശേഷം തോന്നി തന്നെ ഇങ്ങനെ നടക്കുന്നതല്ലേ. ഞാൻ എന്ത് വേണ്ട കൂടെ അങ്ങ് പോകത്തേ ഉള്ളൂ. ബാക്കിലൊന്നും ആരും ഇല്ലാത്ത നമുക്ക് കൃത്യമായിട്ട് കാണാം എന്തേലും ദൂരം നടന്നു പോകുന്നതൊക്കെ. ഓക്കെ. എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു ഇത് ഹാങ്ങിങ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇനി സ്വിങ്ങിങ് പോലെ ചെറുതായിട്ടൊന്ന് അനങ്ങുകയും പെറുക്കുകയൊക്കെ ചെയ്യുമെന്ന്. അപ്പം ഇങ്ങനെ ചേട്ടൻ പറയുന്നുണ്ടായി ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നിടത്തൊന്നും അത് അനങ്ങത്തില്ല, പക്ഷേ കുറച്ചിങ്ങനെ നടന്നു വന്നു കഴിഞ്ഞാൽ ഫീൽ ചെയ്യുന്നു. ഞാൻ ഇവിടുത്തെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോഴേ ശരിക്കും ഇപ്പോഴാണേലും ഈ ബ്രിഡ്ജ് ഇങ്ങനെ എന്നെ കൊണ്ട് ബാക്കേക്ക് പോകുന്നൊരു ഫീലിംഗ് എനിക്ക് കിട്ടുന്നുണ്ട്. ഇവള് നടന്നൊക്കെ പോകുമ്പോൾ ശരിക്കും കിട്ടുന്നുണ്ട് ഫ്രണ്ടിലുള്ളവർ നടക്കുമ്പോൾ. യാത്ര എത്തിയിരുന്നെങ്കിൽ പോവാ. ഞാൻ ട്രെയിൻ പിടിക്കാൻ പോവും. ഫൈനലി എൻ്റെ ഉടുപ്പി ജേർണി അതിൻ്റെ എൻഡിലേക്ക് എത്തിയേക്കുവാണ്. അപ്പം എനിക്ക് ട്രെയിനൊക്കെ ആയി. എനിക്ക് ട്രെയിൻ പോകാനുള്ള ട്രെയിനിൻ്റെ സമയമൊക്കെ ആയി. പക്ഷെ ട്രെയിൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു, കാരണം ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു
ഞാൻ എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവർ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം സെൻറ് മേരീസ് ഐലൻഡ് ഉണ്ട്, അപ്പോൾ അവിടെ പോവാണ്. അതുപോലെ തന്നെ ഇന്ന് പോയി കഴിഞ്ഞപ്പോഴാണെങ്കിലും ഒന്നിനും ഒരു കണ്ടിന്യൂറ്റി ഇല്ലാത്ത പോലെ നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ തോന്നിയില്ലേ? അല്ല, അങ്ങനെ ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ബേസിക്കലി ഈ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അത് ദേവിച്ചേട്ടാ പറയേണ്ടത്? ലുക്കിയ നിവേദിത, if I could ask about this trip, what could we tell? What could you tell? This trip was adipoli. Adipoli. And it was like a beach vacation, no? Yeah, beach vacation. Yeah. I have to caption it like a beach vacation because we went mostly on beaches, no? Yeah, like that. Vacation. And what you like the most? Look here. What you like the most about this vacation? Vacation means these last 2 days. First, Devi Chandra. Look here and tell. Literally good. All friends meeting together, enjoying each other, and sharing our thoughts and meeting. That's it. You are looking forward for another vacation with your friend? Of course, next Of year. course. That's all. Of course, next Okay. year. And what about Nivedita? After a long time, maybe 3.5 years, Yeah. we met. Yeah. You thought I didn't expected you will book the ticket immediately this much soon. You surprised me. And I didn't expect it really. I thought maybe something will, but you made it. Yeah. That one, and then meeting was successful. Yeah, we met. Yeah. It was good meeting. After when I comes to Udupi only I comes to know that. Because I used to say no. Because I used to say. I always think that Udupi is famous for temple. Udupi is famous for dosa, idli, like that. But I don't know that. Udupi has this many beaches and this many coconut trees. Because wherever we are looking means full coconut trees, no? Yeah, like that. And Manipal was in near Udupi, I don't know. Maybe I did not study. ഞാൻ 10th ക്ലാസ്സിലെ എൻ്റെ മറ്റേ ജിയോഗ്രഫി ക്ലാസ്സുകളൊന്നും കൃത്യമായിട്ടായിരിക്കും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ അങ്ങനെ ഒരിക്കലും മാപ്പൊന്നും നോക്കി പഠിച്ചിട്ടുണ്ടാവാത്തോണ്ടായിരിക്കും. I don't know that. I was also not knowing after coming here only. അങ്ങനെ Manipal is not that branches. അറ്റ്ലീസ്റ്റ് നിനക്കും അറിഞ്ഞുവിടായിരുന്നു, എനിക്ക് അറിഞ്ഞുവിടായിരുന്നു. ചിലപ്പോ ഈ വീഡിയോ കാണുന്ന ഒരാൾക്കല്ലോ അത് അറിഞ്ഞുവിടാത്തതുകൊണ്ടാവായിരിക്കും. ഞാൻ വിചാരിച്ചു മണിപ്പാലൊക്കെ ഇരിക്കുന്ന മണിപ്പൂരാന്ന് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. That I was also. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നെ ബേബീനെ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്തു. First time. Before you met with 2. ഇന്നാണെങ്കിലും 3. ഇന്നാണെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും ഞാനും എനിക്ക് ബേബി അല്ലായിരുന്നു ബാക്കിലിരുന്നു. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് പണ്ട് നിങ്ങൾ രണ്ടുപേരും ഫ്രണ്ടിലിരിക്കുമായിരുന്നു, ഞാൻ ഒറ്റയ്ക്കല്ലേ ബാക്കിൽ ഇരുന്നോണ്ടിരുന്നു. ഇപ്പൊ എനിക്ക് കമ്പനി ആയിട്ട് ബേബി ഉണ്ട്. അങ്ങനെ ഫാമിലി ഈസ് എക്സ്റ്റെൻഡ്. മാത്യൂസ് വരുവാണെങ്കിൽ അവനും ഉണ്ടായേനെയായിരുന്നു. അങ്ങനെ എനിക്ക് ഇത്തവണത്തെ ട്രിപ്പ് കഴിഞ്ഞു. അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ടാറ്റ പറഞ്ഞേ. ബൈ. See you in the next trip. Yeah. എനിക്കാണെങ്കിൽ ഇവിടെ കാണുമ്പം ഞാൻ ഇങ്ങനെ ദേവിസേട്ടൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണ് ചെയ്തത്. ഇതുപോലെ തന്നെ ഇവിടെ ഈ ഉടുപ്പിയിൽ ഫേമസ് ആയിട്ടുള്ളത് കോക്കനട്ട് ഫാമിംഗ് ആണെന്ന്. കാരണം ഞാൻ നോക്കിയിട്ട് ഞാൻ വന്ന വഴിക്ക് എല്ലായിടത്തും എനിക്ക് തോന്നുന്നു എൻ്റെ നാട്ടിലൊക്കെ ഉള്ളതിനേക്കാളും കൂടുതൽ തെങ്ങ് ഇവിടെ എവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചില്ല, ഇതിൻ്റെയൊക്കെ ചുറ്റും തെങ്ങാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുകയത് ഇവിടെ കോക്കനട്ട് ഫാമിംഗ് ആണോ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത്? അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇല്ല, ഉടുപ്പി മറ്റേ ഫുഡ്, പിന്നെ ടെമ്പിൾസ്, പിന്നെ ഇവിടെ സീ പോർട്ടൊക്കെ ഉണ്ട്, അതിനൊക്കെയാണ് ഉടുപ്പി ഫേമസ്. പക്ഷേ ഇവിടുത്തെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻസ് സാധനമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് എമ്പടി തെങ്ങിലൊക്കെ എമ്പടി കായുണ്ട് കേട്ടോ. അങ്ങനെ എനിക്ക് ഈ പരിപാടി കാര്യമാണ്. ഞാൻ 3 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം എനിക്ക് എന്നിൽ ഫീൽ ചെയ്തേക്കുന്ന ഒരു മാറ്റം ഞാൻ പറയട്ടെ. ഞാൻ ഭയങ്കര നാണക്കാരിയാണ്. എനിക്കിതാണെന്നുണ്ടെങ്കിൽ എനിക്കിതുപോലെ മിണ്ടാനൊന്നും പറ്റത്തൊന്നുമില്ല, ഭയങ്കര നാണ. പക്ഷേ എങ്കിൽ ഈ പരിപാടി ഒരു 3 വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പയ്യൻ്റെ നാണൊക്കെ പോയി തുടങ്ങി. എനിക്ക് പണ്ടൊക്കെ ക്യാമറ ഇപ്പോഴും ഞാൻ നോക്കുന്നതൊന്നും ശരിയല്ല, കണ്ട് വഴിക്കാണ് നോക്കുന്നത്. പക്ഷേ എന്നാലും എനിക്ക് ക്യാമറ നോക്കി പറയാനുള്ള ഒരു പേടി കുറച്ചൊക്കെ ആണെങ്കിലും പോയി തുടങ്ങിയ പോലെ എനിക്ക് തോന്നി. എന്നാലും ഞാൻ ഭയങ്കര ഫേമസ് ആളൊന്നും അല്ല, എന്നാലും ഒരു പേടിയൊക്കെ ചെറുതായിട്ട് കുറഞ്ഞു തുടങ്ങിയാലോ തോന്നി. ഇത് ഒരു പ്രോഗ്രസ് ആയിട്ട് ഞാൻ തന്നെ വരവ് വയ്ക്കുന്നു. അത്രയേ ഉള്ളൂ.
നല്ലൊരു ചേഞ്ച് അല്ലേ? പറയണേ. കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞില്ലെങ്കിലും എൻ്റെ 75 സബ്സ്ക്രൈബേഴ്സിൽ ആരെങ്കിലും ഒക്കെ എന്നെ നേരിട്ട് കാണുമല്ലോ, അപ്പോൾ പറഞ്ഞാൽ മതി. How much do you love me? ഓ എൻ്റെ പൊന്നെ, ഞാൻ പോകുന്നില്ല ഇവിടുന്ന്.